ഹായ് എവ്രിവൺ, വെൽക്കം ടു K&N ടോക്സ്. നമ്മുടെ പ്രകൃതി തന്നെ എല്ലാ ജീവജാലങ്ങൾക്കും കുറച്ചൊരു പേടിയൊക്കെ നൽകിയിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ തന്നെ ഡിഫെൻഡ് ചെയ്യാനും പ്രൊട്ടക്റ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ്. ഇപ്പം നമുക്ക് ഒരു തരത്തിലുള്ള പേടിയില്ലെങ്കിൽ നമ്മൾ വിൽ മൂവ് ഇൻ ടു ഡിസ്ട്രക്റ്റീവ് ടെൻഡൻസീസ്. എല്ലാം നശിപ്പിക്കാനും എല്ലാ ലോസ് വയലേറ്റ് ചെയ്യാനും ആരെയും അനുസരിക്കാതെ ഒരു ഡിസിപ്ലിൻ ഇല്ലാതെ കെയർലെസ് ആയിട്ട് ഇറസ്പോൺസിബിളായിട്ടായിരിക്കും നമ്മൾ നടക്കുക. അപ്പോൾ എല്ലാത്തിനും ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാനും ഒക്കെ പേടി നല്ലതാണ്. പേടി ഉള്ളത് കൊണ്ടാണ് നമ്മൾ സറണ്ടർ ചെയ്യുന്നത്, നമ്മളൊരു റൈറ്റിയസ് പാത്തിലൂടെ നടക്കുന്നത്, വളരെ കോൺഷ്യസ് ആയിട്ടിരിക്കുന്നത്, ഡൈനാമിക്കായിട്ട്. ഒരു ഫിയർ ഉള്ളത് കൊണ്ടാണ്, എക്സാംസിനോടുള്ള ഫിയർ ഉള്ളതുകൊണ്ടാണ് വളരെ പ്രോംപ്റ്റായിട്ട് നമ്മൾ ആക്ട് ചെയ്യുന്നതും ഡൈനാമിക്കായിട്ടൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്നുള്ള ഒരു ഫിയർ ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി കോൺഷ്യസ് ആയിട്ടിരിക്കും. അത്യാവശ്യത്തിന് പേടിയുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ഭൂമിയിൽ സമാധാനം ഉള്ളതും പിന്നെ നിയമങ്ങളൊക്കെ നടപ്പിലാക്കാൻ പറ്റുന്നതും. പപ്പീസോ അല്ലെങ്കിൽ പൂച്ചക്കുട്ടികളോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ ഒരു പേടിയില്ലാതെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കും. പക്ഷെ എന്തെങ്കിലും ഒരു ആപത്തിലേക്ക് പെട്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഓടി അമ്മയുടെ അടുത്തേക്ക് വരും. അതാണ് അവരുടെ സോഴ്സ് എന്ന് പറയുന്നത്. അപ്പം നേച്ചർ, പ്രകൃതി ഒരു ഇൻബിൽട്ടായിട്ട് ഒരു ഫിയർ എല്ലാ ജീവജാലങ്ങൾക്കും തന്നേക്കുന്നത് നമ്മളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. The purpose of fear is to bring you back to the source. മാതാപിതാക്കളൊക്കെ ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. കുട്ടികൾക്കൊക്കെ ചെറിയ ഉൾഭയം ഉള്ളത് എപ്പോഴും നല്ലതാണ്. നേരായ വഴിയിലൂടെ അവരെ നടത്തുന്നതും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും കോൺഫിഡൻസ് നൽകുന്നതും വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനും ഡിവൈൻ പവറിനോട് സറണ്ടർ ചെയ്യാനും ഡിസ്ട്രക്റ്റീവ് ആക്ടിവിറ്റീസിലൊന്നും ഏർപ്പെടാതിരിക്കാനും ഈ ചെറിയ ഉൾഭയം അവരെ ഹെൽപ്പ് ചെയ്യും. സോ നാളെ കാണാം. Expect nothing and appreciate everything. Life is beautiful. Bye.